വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശി റൂബൽ രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ആലിനെ കണ്ടെത്തി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ കെട്ടിടത്തിൽ കുടുങ്ങിയ 2 തൊഴിലാളികളും മരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, 3 പേരാണ് ഈ കെട്ടിടത്തിന് അവശിഷ്ടങ്ങൾക്കടിയിൽപ്പെട്ടത്, വലിയ സ്ലാബിനടിയിൽപ്പെട്ടത്. ഇതിൽ ആദ്യം കണ്ടെത്തിയത് പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയായിട്ടുള്ള റൂബലിനെയാണ്. പിന്നീട് രാഹുലിനെയും കണ്ടെത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആലിമിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തുടർന്നു വരികയാണ്. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആലിമിനെയും കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതിൽ ആദ്യം കണ്ടെത്തിയ 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്, റൂബൽ അതുപോലെ തന്നെ രാഹുലിനെ എടുക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. റൂബലിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ ആലിമിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഇത്തരത്തിൽ കൊടകര ടൗണിൽ പഞ്ചായത്തിന് സമീപമുള്ള ഇരുനില കെട്ടിടം, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ഈ കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത്. ഈ കെട്ടിടത്തിനടിയിലാണ് ഈ 3 പേർ കുടുങ്ങിക്കിടന്നിരുന്നത്. 12 പേരോളം ഈ കെട്ടിടത്തിനുള്ളിൽ താമസിച്ചിരുന്നവർ എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വിവിധ പണികൾക്കായി പോകുന്നവരാണ് ഇവർ. രാവിലെ എണീറ്റ് കുളിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ ആയിരുന്നു ഇത്തരത്തിൽ കെട്ടിടം വീണത് എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ റൂബലിനെ ലഭിച്ചിരുന്നു. പിന്നീട് രാഹുലിനെയും കണ്ടെത്തി. 2 പേരും അടുത്താണ് കിടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ സ്ലാബിനടിയിൽ നിന്നും ഇവരെ കണ്ടെത്തിയത്. ഈ സ്ലാബ് JCB എത്തിച്ച് മുറിച്ച് 2 കഷ്ണങ്ങളാക്കി മാറ്റി അതിനുശേഷമാണ് ഇതിനടിയിൽ നിന്നും ഇരുവരെയും, റൂബലിനെയും രാഹുലിനെയും കണ്ടെത്തിയത്. പിന്നീട് മൂന്നാമനായിട്ടുള്ള ആലിമിനെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയില്ല. തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ആലിമിനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആലിമിനെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വളരെ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ അന്വേഷണ വിധേയമാക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 2 യുവാക്കൾ മരണപ്പെട്ടിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ റൂബൽ അതുപോലെ തന്നെ രാഹുൽ എന്നിവരാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. മൂന്നാമനെ കണ്ടെത്തിയിട്ടുള്ള ആലിമിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള വിവരം ഇപ്പോൾ വ്യക്തതയില്ല. ആലിമിന് എന്തായാലും ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റും. ആലിമിനെങ്കിലും ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള എല്ലാവരുടെയും ആഗ്രഹം നടക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. എന്നാലും ഇനിയും ഇതിനടിയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ നടത്തും. ഇനിയും മണ്ണ് അവിടെ നിന്നും മാറ്റാനുണ്ട്. കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് മാറ്റും. ആ മണ്ണ് ഉൾപ്പെടെ, കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശിഷ്ടങ്ങളും, സ്ലാബ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നേരത്തെ മാറ്റി. ഇനി മറ്റ് കല്ല്, മണ്ണ് അതുപോലെ തന്നെ മരത്തിന്റെ പട്ടികകൾ ഉൾപ്പെടെ വലിയ അവശിഷ്ടങ്ങൾ ഇപ്പോഴുണ്ട്. അതെല്ലാം പൂർണ്ണമായും മാറ്റിയ ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ നിർത്തുക. കാരണം ഇനിയും മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചത് ശേഷം മാത്രമേ തെരച്ചിൽ നിർത്തൂ. കാരണം ഈ 3 പേർ ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം സഹപ്രവർത്തകർ, കൂടെ ഉണ്ടായിരുന്ന മറ്റ് അതിഥി തൊഴിലാളികളാണ് നൽകിയിട്ടുള്ളത്. ഈ വിവരം നൽകിയത് ഇതനുസരിച്ചാണ് 3 പേർ ഇതിനടിയിൽ പെട്ടു എന്നുള്ളൊരു വിവരം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. ആദ്യം ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പക്ഷേ അത്തരത്തിലെ ആളുകൾ മാത്രം നടത്തിയ പരിശോധനയിൽ ഇത് പൂർണ്ണമായും മാറ്റാനുള്ള കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് 2 JCBകൾ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. സ്ലാബ് ഉൾപ്പെടെ, വലിയ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉള്ള സ്ലാബ് ഉൾപ്പെടെ പൊളിച്ച് മാറ്റി 2 കഷ്ണങ്ങളാക്കി മാറ്റിയതിനു ശേഷമാണ് 2 പേരെ കണ്ടെത്തിയത്. പിന്നെ ഏറ്റവും ഒടുവിലായി ഇപ്പോഴാണ് ആലിമിനെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരും. പൂർണ്ണമായി കെട്ടിട അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും പരിശോധന നിർത്തുക. ദീപ്തി, അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റു തൊഴിലാളികളാണ് ഈ ഒരു വിവരം പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ നിലവിൽ ഈ കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എത്ര പേര് ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു? കൂടുതൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
BP-12 ആദ്യഘട്ടത്തിൽ 17 പേർ താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് വന്നത്. കെട്ടിടം തകർന്നു വീഴുമ്പോൾ ബാക്കി 3 പേരൊഴികെ 14 പേർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വന്നത്. പിന്നീട് അത് 12 ചുരുങ്ങുകയുണ്ടായി. 12 പേരായിരുന്നു കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. ഇതിൽ 9 പേർ ഈ കെട്ടിടം തകർന്നു വീഴുന്ന ശബ്ദവും മറ്റും കേട്ട് അവിടെ നിന്നും ഓടി മാറി. ബാക്കി ഓടി മാറാൻ കഴിയാത്ത 3 പേരാണ് കെട്ടിടത്തിൽ അകപ്പെട്ടത് എന്നുള്ള വിവരം അവർ തന്നെയാണ്, അതായത് അവിടെ നിന്ന് രക്ഷപ്പെട്ട അതിഥി തൊഴിലാളികൾ തന്നെയാണ് വിവരം പുറത്തേക്ക് വിട്ടത്. ഇവർ തന്നെയാണ് പ്രദേശത്തുള്ളവരെയും ഫയർഫോഴ്സിനെയും കൊടകര പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചത്. ഇതനുസരിച്ചാണ് 3 പേർ കെട്ടിടത്തിൽ അകപ്പെട്ടു എന്നുള്ള വിവരം ഒക്കെ ലഭിച്ചത്. പക്ഷേ അത് ഈ 3 പേരെ ഇപ്പോൾ ലഭിച്ചെങ്കിൽ കൂടി ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റും. മറ്റാരെങ്കിലും ഇതിനുള്ളിൽ ഇനി അകപ്പെട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 JCB എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടി ഫയർഫോഴ്സ്, പ്രദേശത്തുള്ള മറ്റ് ഫയർ യൂണിറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അതുപോലെ ജനപ്രതിനിധികൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അവരെല്ലാവരും ഈ തെരച്ചിലിൽ ഒപ്പം ചേർന്ന് സഹകരിച്ച് സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചു, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വലിയ മഴയാണ്, മഴക്കാലമാണ്. നിരവധി സംസ്ഥാനത്തുടനീളം നിരവധി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്നതും. അതുപോലെ നോട്ടീസ് പൊളിച്ചു മാറ്റാൻ അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകിയിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ കോടതിയിൽ നിന്നും സ്റ്റേ ഉൾപ്പെടെ സമ്പാദിച്ച് ഇപ്പോഴും പൊളിച്ചു മാറ്റാതെ ഈ സമാന രീതിയിൽ നിരവധി പേർ തൊഴിലാളികൾ ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ കേരളത്തിലെമ്പാടുമുണ്ട്. തൃശ്ശൂരിൽ തന്നെ നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ 150ഓളം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ നോട്ടീസ് നൽകി പൊളിച്ച് മാറ്റേണ്ടവയാണ്. കാലഹരണപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മേയറുടെ നേതൃത്വത്തിൽ രാത്രി എത്തി ഒരു കെട്ടിടം, വളരെ അപകടകരമായ ഒരു കെട്ടിടം സ്വരാജ് റൗണ്ടിൽ നിന്ന് പൊളിച്ചു മാറ്റുന്ന ഒരു ഘട്ടം എത്തി. ഇനിയും നിരവധി കെട്ടിടങ്ങൾ ഇത്തരത്തിൽ തൃശ്ശൂരിലെ പോലെ മറ്റ് നഗരസഭകളിലുണ്ട്, പഞ്ചായത്ത് പരിധികളിലൊക്കെയുണ്ട്. അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഈ സമാന രീതിയിലുള്ള അപകടാവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, ഒരു കെട്ടിടം വീണാൽ വലിയ ദുരന്തമുണ്ടാകുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കൊടകരയിൽ ഉണ്ടായിരിക്കുന്ന 2 ജീവനുകളാണ് ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളത്. 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ആണ്, അതിഥി തൊഴിലാളികളുടെ ജീവനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊലിഞ്ഞിട്ടുള്ളത്. ദീപ്തി, തീർച്ചയായും ഇത്തരത്തിൽ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നിരവധിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മുൻപും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു കെട്ടിടത്തിൽ ഈ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ച കാര്യങ്ങളും, ഈ ഒരു കോൺട്രാക്ടർ ആണോ ഈ ഒരു ആൾക്കാർ, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ, അയാൾക്കെതിരെ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഈ അധികൃതരുടെ തീരുമാനം? ും കാലപ്പഴക്കം ചെന്ന് ഇതുപോലെ പൊളിച്ചു മാറ്റാൻ ഉള്ള നോട്ടീസൊക്കെ നൽകിയിട്ടുള്ള കെട്ടിടമാണെങ്കിൽ സ്വാഭാവികമായും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. നിയമ നടപടികൾ അയാൾക്കെതിരെ, കെട്ടിട ഉടമയ്ക്കെതിരെ ഉറപ്പായും ഉണ്ടാകും. പക്ഷേ ആ ഘട്ടത്തിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല. ഇപ്പോൾ പ്രാഥമികമായി ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റി 3 പേരിൽ കൂടുതൽ അതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുക. ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന ഒരു ഉറപ്പ് വരും വരെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റി പരിശോധിക്കുക എന്നതാണ് പ്രാഥമികമായി സ്വീകരിക്കേണ്ട നടപടി. ആ നടപടിയാണ് ഇപ്പോൾ അധികൃതർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിനുശേഷമായിരിക്കണം ഇനി കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും മറ്റു കാര്യങ്ങളും, കെട്ടിട ഉടമ ആരാണ്, നോട്ടീസ് നൽകിയിട്ടുണ്ടോ, പൊളിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള കെട്ടിടമാണോ, അനധികൃതമായിട്ടാണോ ഇവിടെ ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളെല്ലാം പഞ്ചായത്ത് അധികൃതരും മറ്റ് അധികൃതരും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം 2 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു സംഭവമാണ്. 3ാമത്തെ ആളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ മരണപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം വളരെ വലിയ 6 മണിക്ക് ഉണ്ടായതാണ്. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞു. ഇത്രയും സമയം ഈ 3ാമത്തെ ആളായിട്ടുള്ള അലീം കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടന്നു. അയാളുടെ ജീവൻ എത്ര കണ്ട് തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഇത്ര അധികം നേരം മണ്ണിനടിയിൽ ഈ അവശിഷ്ടങ്ങൾ അടിയിൽ കിടന്നാൽ സ്വാഭാവികമായും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും അതിനെല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക്
ജോലിയിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. അത് എത്ര കണ്ട് ഫലവത്താകുമെന്നുള്ള ആശങ്കയുണ്ട്. എന്തായാലും ദീപ്തി സൂചിപ്പിച്ച പോലെ കെട്ടിട ഉടമ കെട്ടിടത്തിന്റെ പഴക്കം നോട്ടീസ് നൽകിയിട്ടുള്ളതാണോ, നിയമ നടപടി എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ഘട്ടത്തിലേക്കാണ് വരിക. ഇപ്പൊ പ്രാഥമികമായി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റി 3-ൽ കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിൽ അതുമായി ബന്ധപ്പെട്ട ദൗത്യത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും. തീർച്ചയായും മനീഷ്, ഈ ഒരു രക്ഷപ്പെടുത്തിയ തൊഴിലാളിയെ ജീവനോടെ തന്നെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി അനീഷ് ആന്റണി. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശി റൂബൽ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ആലിമിനെ കണ്ടെത്തി. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ